ബാലരാമപുരത്തെ വയോധികന്റെ കല്ലറ പൊളിക്കൽ തുടങ്ങുകയാണ്. കനത്ത പോലീസ് സുരക്ഷയിലാണ് നടപടികൾ. സബ് കളക്ടർ ആൽഫ്രഡിന്റെ സാന്നിധ്യത്തിൽ നടപടികൾ തുടങ്ങുകയാണ്. കുടുംബം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഒരു വശത്ത് കല്ലറയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കുടുംബത്തെ അല്പസമയം മുമ്പ് അവിടെ നിന്ന് പിടിച്ചുമാറ്റി. റഹീസ് റഷീദ് അവിടെ തുടരുന്നു. റഹീസ്, ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കല്ലറയുടെ അളവെടുക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് വലതുവശത്ത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റഹീസ്, ഇപ്പോൾ ഏതൊക്കെ ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തുണ്ട്? സബ് കളക്ടറുടെ നേതൃത്വത്തിലാണോ നടപടികൾ? പ്രതിഷേധക്കാർ അവിടെ നിന്ന് മാറിയോ? കുടുംബത്തെ എവിടേക്ക് മാറ്റി? സ്മൃതി, തിരുവനന്തപുരം സബ് കളക്ടർ OA ആൽഫ്രഡിൻ്റെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഇവിടുത്തെ കല്ലറ പൊളിച്ചു മാറ്റുന്ന നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. RDO ഇവിടെയുണ്ട്, ഫോറൻസിക് സർജൻ എത്തിയിട്ടുണ്ട്, ഫോർട്ടേസ് എത്തിയിട്ടുണ്ട്. ഇത്രയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ പൊളിച്ചു മാറ്റാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത്. അളവെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു വശത്ത് ചില ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ ഇപ്പോഴും എതിർപ്പ് ഉയർത്തുന്നുണ്ട്. അവർ സബ് കളക്ടറുമായി സംസാരിക്കുകയാണ്. അതിൽ VSDPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണുപുരം ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ അവരുമായി സംസാരിക്കുകയാണ്. അവർ പറയുന്നത് കുറച്ച് സാവകാശം വേണം, ബന്ധുക്കൾക്ക് കാര്യങ്ങൾ റിലീസ് ചെയ്യാനുള്ള സമയം കൊടുക്കണമെന്നതാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് അങ്ങനൊരു സമയം കൊടുത്താൽ പിന്നെ കോടതിയിലേക്ക് ഈ നടപടികൾ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നു. അതുകൊണ്ട് അതിനുള്ളൊരു സാവകാശം നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. ഇപ്പോഴും ഈ ചില ആളുകൾ, ചില സംഘടനാ നേതാക്കൾ പല ആളുകളെയും നേരത്തെ പുറത്താക്കിയെങ്കിൽ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ഒരു പോലീസ് നടപടിക്ക് ഉള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇതിനെ എതിർക്കുന്ന ആളുകളും അനുകൂലിക്കുന്ന ആളുകളും ഈ കല്ലറ സ്ഥലത്ത് എത്തുകയാണ്. സബ് കളക്ടറും വിഷ്ണുപുരം ചന്ദ്രശേഖറും തമ്മിലുള്ള സംസാരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പോലീസ് പറയുന്നത് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇതിനകം തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു, അത് നടപ്പിലാക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ജില്ലാ കളക്ടറുമായോ ജില്ലാ ഭരണകൂടവുമായോ നിങ്ങൾ ബന്ധപ്പെടൂ എന്ന മറുപടിയാണ് സബ് കളക്ടർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ സമ്മതിക്കാൻ പറ്റില്ല. നോട്ടീസ് നൽകണം, നടപടിക്രമങ്ങൾ നിയമപരമായി തന്നെ നടപ്പാക്കണം എന്നതാണ് ഈ ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം. അവർ നോട്ടീസ് നൽകണം, സാവകാശം കൊടുക്കണം എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഒരു വശത്ത് ജില്ലാ സബ് കളക്ടർ ചർച്ച നടത്തുമ്പോൾ മറുവശത്ത് ഈ കല്ലറ പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ കല്ലറയ്ക്ക് മുമ്പിൽ വന്ന് പ്രതിഷേധിച്ച ബന്ധുക്കളെ ഇവിടെ നിന്ന് മാറ്റി അപ്രതീക്ഷിതമായാണ്, അതായത് ഇത് കല്ലറ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ, മേശയും ഡെസ്കും മറ്റും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ഇതിപ്പോൾ തന്നെ പൊളിക്കാൻ പോവുകയാണ് എന്ന് മക്കൾക്ക് മനസ്സിലായത്. ആദ്യം മൂത്ത മകൻ സദാനന്ദൻ ഈ കല്ലറയുടെ സ്ഥലത്തേക്ക് ഓടി വരികയായിരുന്നു. അതിനുശേഷം അമ്മയുമായി വരാൻ ഇളയ മകനും അമ്മ എന്ന് പറയുമ്പോൾ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയും ഇളയ മകൻ രാജസേനും കൂടി ഓടി പെട്ടെന്ന് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ഓടി സമാധി സ്ഥലത്തേക്ക്, ഈ കല്ലറയുടെ മുന്നിലേക്ക് എത്തുകയായിരുന്നു. അവരെ ആദ്യം പിടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. പക്ഷേ അവർ ഈ കല്ലറയുടെ മുമ്പിൽ 4 പേരും കൂടി കുത്തിയിരിക്കുകയായിരുന്നു. ചില പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്തു. അതിനുശേഷം പോലീസ് ഇവിടെ ഉണ്ടായിരുന്ന ഫോർട്ടേസി ഉന്നത ഉദ്യോഗസ്ഥരോട് ഫോണിൽ സംസാരിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതനുസരിച്ച് വനിതാ പോലീസ് വന്ന് സദാനന്ദൻ്റെ ഭാര്യ കൂടിയായ ഗോപൻ സ്വാമിയുടെ മരുമകളെയും ഒപ്പം ഗോപൻ സ്വാമിയുടെ ഭാര്യയായ സുലോചനയും അവിടെ നിന്ന് മാറ്റി. അതിനുശേഷം സദാനന്ദനെയും ഇളയമകൻ രാജസേനെയും മാറ്റി തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ വീടുള്ളത്. ആ വീട്ടിൽ അവരെ മാറ്റിയത്. ആ വീട് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഇവിടെ മറുവശത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധനകൾ, അതായത് അളവെടുത്ത് കഴിഞ്ഞു. ഇനി ഫോറൻസിക് ഉദ്യോഗസ്ഥർ മറ്റ് നടപടികളിലേക്ക്, അവരുടെ ശാസ്ത്രീയമായ പരിശോധനകളും മറ്റും നടത്താനുള്ള നടപടികളിലേക്ക് പോകുന്നു.